ഇന്ന് നമുക്കിവിടെ കിട്ടിയേക്കുന്നത് ഈ കാണുന്ന ഈ ഒരു ക്യാമറയാണ്. അപ്പോൾ ഈ ഒരു ക്യാമറ എനിക്കിവിടെ കിട്ടിയത് കൊളമാബിലുള്ള ബിജു എന്ന് പറഞ്ഞ ചേട്ടനാണ് നമുക്ക് ഈ ഒരു ക്യാമറ തന്നേക്കുന്നത്. നമ്മുടെ ഒട്ടുമിക്ക എല്ലാ റീസ്റ്റോറേഷൻ വീഡിയോസും കാണുന്ന ആ ഒരു ചേട്ടന് എവിടെ നിന്ന് 150 രൂപയ്ക്ക് ഈ ഒരു ക്യാമറ കിട്ടി. അപ്പോൾ ഈ ഒരു ക്യാമറ വീണ്ടും വർക്കിംഗ് കണ്ടീഷൻ ആക്കി എടുക്കാൻ പറ്റുമെന്ന് അറിയാനായിട്ട് ആ ഒരു ചേട്ടൻ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. അങ്ങനെ നമ്മൾ കുളമാവ് വഴി പോയ സമയത്ത് ഈ ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു ക്യാമറയും മേടിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വീഡിയോസ് കാണുന്ന ആർക്കെങ്കിലും ഇതുള്ള ചെറിയ ഐറ്റംസ് ഒക്കെ റീസ്റ്റോർ ചെയ്തെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ക്യാമറ ഈ രീതിയിലാണ് കിട്ടിയേക്കുന്നത്. നമുക്ക് ഈ ഒരു ക്യാമറ എന്ന് ചേട്ടൻ പറഞ്ഞത് ഇത് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് അങ്ങനെ എന്തോ വാങ്ങിയതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ക്യാമറ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പം ഈ ഒരു അവസ്ഥയിലാണ്. ഇതിൻ്റെ ഡിസ്പ്ലേയിലെല്ലാം ഫംഗസ് പോലെയൊക്കെ ആയിട്ടുണ്ട് നല്ല രീതിയിൽ. അതിങ്ങനെയുള്ള ക്യാമറയൊക്കെ കുറേ നാൾ ഉപയോഗിക്കാതിരുന്നാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ ഒരു ക്യാമറയും ഇതിൻ്റെ ബാറ്ററി മാത്രമാണ് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളൂ. ഇതിൻ്റെ ചാർജറൊന്നും കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് ഈ ഒരു ക്യാമറ തന്നയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്യാമറ നമുക്ക് തന്നയാൾ വിചാരിച്ചിരുന്നത് ഈ കാണുന്ന ഈ ഒരു സോക്കറ്റിൽ മൊബൈൽ ചാർജർ കണക്ട് ചെയ്ത് ഇതിൻ്റെ ബാറ്ററി റീചാർജ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടുമിക്ക എല്ലാ മോഡൽ ക്യാമറകൾക്കും അതുപോലെ ചാർജ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒട്ടുമിക്ക എല്ലാ മോഡൽ ക്യാമറകളുടെയും ബാറ്ററി ക്യാമറയിൽ നിന്നൂരി അഡാപ്റ്ററിലിട്ടാണ് ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നത്. ഈ ഒരു ക്യാമറയിൽ ഉപയോഗിക്കുന്നത് 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയാണ്. ബാറ്ററി കുറേ നാളായിട്ട് ഉപയോഗിക്കാൻ വരുന്നതുകൊണ്ടായിരിക്കണം ചെറുതായിട്ട് ബൾജ് ആയിട്ടുണ്ട്. ഈ ഒരു ബാറ്ററിക്ക് ചാർജ് ഇല്ലെന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഉറപ്പാണ്. എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ അടുത്തായിട്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബാറ്ററി ഇത് റീചാർജ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഈ കാണുന്ന പോലത്തെ 3.7 വോൾട്ടിൻ്റെ റൗണ്ട് ടൈപ്പ് ലിഥിയം ബാറ്ററി ചാർജറാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ബാറ്ററി നമുക്കിതിലിങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ 2 വയർ ഈ ഒരു ബാറ്ററിയുടെ കണക്ടറിൽ കണക്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ബാറ്ററിയുടെ പോസിറ്റീവിലും നെഗറ്റീവിലും ഞാൻ ഈ 2 വയറുകൾ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാനാണ് പോകുന്നത്. ഈ ഒരു ബാറ്ററിയിലേക്ക് നമ്മൾ വയർ സോൾഡ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഈ ഒരു ബാറ്ററി ക്യാമറയിൽ കണക്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ രീതി ചെയ്തേക്കുന്നത്. ഇനി ഈ ഒരു ചാർജറിൽ ഈ ഒരു വയർ രണ്ടും കണക്ട് ചെയ്ത് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്ത് നോക്കാം. അങ്ങനെ ഇപ്പോൾ ഞാൻ ഈ ഒരു ചാർജർ ഉപയോഗിച്ച് ഈ ഒരു ബാറ്ററി ഫുൾ ചാർജ് ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററിയുടെ വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് 3.7 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാർജ് ചെയ്തെടുത്ത് ഈ ഒരു ബാറ്ററി നമുക്കിനി ക്യാമറയിലിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ക്യാമറ ഓണായി വരുന്നുണ്ടോയെന്ന്. അങ്ങനെ ഇപ്പോൾ ഈ ഒരു ചാർജ് ചെയ്തെടുത്ത് ഈ ഒരു ബാറ്ററി നമ്മൾ ക്യാമറയിലിട്ട് നോക്കിയിട്ടും ഈ ഒരു ക്യാമറ ഓണായി വരുന്നില്ല. അപ്പോൾ പിന്നെ അടുത്തായിട്ട് നമുക്കിത് അടിച്ച് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്നറിയാൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ കുറേ നാൾ ഉപയോഗിക്കായിരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഉള്ളിലുള്ള ബോർഡിലെ CPIC ഒക്കെ ഡ്രൈ സോൾഡറായി പോകാറുണ്ട്. ചിലതൊക്കെ ഹോട്ട് ബ്ലോവർ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ വരാറുണ്ട്. ചിലതൊക്കെ നമുക്ക് ഐസ് റീബോൾ ചെയ്ത് ഫിക്സ് ചെയ്യേണ്ടി വരും. മൊബൈൽ ഫോണിനൊക്കെ വരുന്ന അതേപോലെയുള്ള കംപ്ലയിൻറ്റുകളൊക്കെയാണ് ഇതിനും കോമൺ ആയിട്ട് വരുന്നത് കൂടുതലും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കംപ്ലയിൻറ്റുകളാണെങ്കിൽ നമുക്ക് ഒട്ടുമിക്കതെല്ലാം തന്നെ പരിഹരിക്കാൻ പറ്റും. ചില ഇങ്ങനെയുള്ള ക്യാമറകൾക്കൊക്കെ വരുന്ന കംപ്ലയിൻറ്റ് ഇതിൻ്റെ ആ ലെൻസ് ഓപ്പണും ക്ലോസ് ആവുന്ന ആ ഒരു മെക്കാനിക്സ് ഒക്കെ കംപ്ലയിൻ്റ് ആവാറുണ്ട്. അതുപോലെ കുറേ നാളൊക്കെ ഉപയോഗിക്കാതിരിക്കുമ്പം ഇതിൻ്റെ ആ ലെൻസ് ഓപ്പണും ക്ലോസ് ആവുന്ന ആ ഒരു മെക്കാനിക്സിൻ്റെ ഡ്രൈവ് മോട്ടറിൻ്റെ ടീത്തൊക്കെ ദ്രവിച്ച പോലെ അടന്നു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. സ്പെയറൊന്നും കിട്ടുന്നതല്ല ഇങ്ങനെയുള്ളതിൻ്റെ ഒന്നും. പിന്നെ ഫ്രണ്ട് പാനലൊക്കെ അടിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ഇതിലേക്കുള്ള സ്ട്രിപ്പൊക്കെ കറക്റ്റായിട്ട് റിമൂവ് ചെയ്തിട്ട് വേണം ഓപ്പൺ ആക്കാൻ. പിന്നെ ഇതുള്ള SMD കമ്പോണൻറ്റ്സ് വരുന്ന ബോർഡുകൾക്ക് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്. കുറേ നാൾ കഴിയുമ്പോൾ ഇതിലുള്ള SMD കപ്പാസിറ്റർ ഷോർട്ട് ആവാറുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തെങ്കിലാണ് നമുക്ക് ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയുള്ള ഫംഗസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്ന LCD ക്ലീൻ ലിക്വിഡാണ്. അപ്പോൾ ഇതിലേക്ക് സ്പ്രേ ചെയ്ത് വൈപ്പ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതുള്ള ഡിസ്പ്ലേ ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഒരുപാട് അമർത്തി ബലം കൊടുത്ത് ചെയ്യരുത്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഡിസ്പ്ലേ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു പച്ച പോലെയുള്ള പുറത്തേക്ക് തള്ളി നിൽക്കുന്നതെല്ലാം ക്ലീൻ ചെയ്ത് കളയുവാണ്. അതുപോലെ ഈ ഒരു ഡിസ്പ്ലേയുടെ ഫ്രണ്ടിലുള്ള ഈ ഗ്ലാസ് ഇതും നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ പ്രശ്നം എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിവിടെ ആദ്യമേ ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്ന കപ്പാസിറ്റർ ഏതെങ്കിലും ഷോർട്ട് ഉണ്ടോ എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള SMD കപ്പാസിറ്റർ ഷോർട്ട് ലീക്കേജ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം തെർമൽ ക്യാമറ ഉപയോഗിച്ചാണ്. അപ്പോൾ അതിനായിട്ട് ബാറ്ററി കിട്ടിയിട്ട് വേണം ചെക്ക് ചെയ്ത് നോക്കാൻ. പിന്നെയുള്ള വേറൊരു മാർഗ്ഗം റോക്സിൻ ഫ്ലെക്സ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നിവിടെ ഉപയോഗിക്കാൻ പോകുന്ന മൾട്ടിമീറ്ററാണ്. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെയുള്ള SMD കപ്പാസിറ്റർ ഷോർട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുള്ള മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഷോർട്ട് ചെയ്യിക്കാൻ ബുദ്ധിമുട്ടാണ്, ഒരുപാട് സമയം എടുക്കും. ഓരോ കപ്പാസിറ്ററും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ ഇതിനായിട്ട് ആദ്യമേ മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി ബസർ മോഡിലേക്ക് ഇടുക. മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് പ്രോബ് നമ്മൾ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബോർഡിൻ്റെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് പ്രോബ് ഈ ഒരു ക്യാമറയുടെ മെറ്റൽ ഷീൽഡിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു മെറ്റൽ ഷീൽഡ് ഈ ഒരു ക്യാമറയുടെ ബോർഡിൻ്റെ ഗ്രൗണ്ട് നെഗറ്റീവായിട്ട് കണക്റ്റഡ് ആണ്. ഇനി അടുത്തായിട്ട് മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബ് ഇത് ഓരോ കപ്പാസിറ്ററിൻ്റെ 2 ലെഗിലേക്കും കണക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യാൻ പാടില്ല. ബാറ്ററി ഇടുന്ന സാധനങ്ങളാണെങ്കിൽ അതിൻ്റെ ബാറ്ററി ഊരി വെച്ചിട്ട് ചെക്ക് ചെയ്യുക. കപ്പാസിറ്ററിൻ്റെ 2 ലെഗുകളിൽ ഒരു ലെഗ് എപ്പോഴും ഗ്രൗണ്ടായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ 2 ലെഗുകളിലും ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് കുറഞ്ഞ റീഡിങ്, അതായത് പോസിറ്റീവ് ലെഗിലും കുറഞ്ഞ നമ്പർ റീഡിംഗ് ആണ് കാണിക്കുന്നതെങ്കിൽ ആ ഒരു കപ്പാസിറ്റർ ഷോർട്ട് ആണെന്ന് ഏകദേശം ഉറപ്പിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഓൺ ബോർഡ് നമ്മൾ കപ്പാസിറ്റർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 2 രീതി കാണിക്കും. ചിലപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഷോർട്ട് കൊണ്ടായിരിക്കും, ചിലപ്പം ബോർഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമായിരിക്കും ഷോർട്ട് കാണിക്കുന്നത്. അപ്പോൾ കപ്പാസിറ്റർ റിമൂവ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബോർഡിലെ പവർ സപ്ലൈ സെക്ഷനിലുള്ള ഈ ഒരു കപ്പാസിറ്റർ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഇതിലൊരു കപ്പാസിറ്ററിൽ ചെറിയ രീതിയിൽ ഷോർട്ട് പോലെ കാണിക്കുന്നുണ്ട്. ഈ ഒരു കപ്പാസിറ്റർ നമുക്ക് റിമൂവ് ചെയ്ത് നോക്കാം.
അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഈ ഒരു കപ്പാസിറ്ററിൽ കുറച്ച് ഫ്ലെക്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ചൂടായി ഇളകി വരാൻ. അതുപോലെ ക്യാമറയുടെ സൈഡ് പാനൽ ബ്ലോവറിൻ്റെ ചൂട് കൊണ്ട് ഉരുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് കവറും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പാസിറ്ററായിരുന്നു ഷോർട്ട് പോലെ കാണിച്ച് ഇപ്പോൾ നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്ത കപ്പാസിറ്ററിന് പകരം വേറെ കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ആ ഒരു സെയിം സൈസുള്ള വേറെ ഒരു കപ്പാസിറ്റർ വേറെ ഒരു ബോർഡിൽ ഷോർട്ട് ഇല്ലാത്ത ഓർമ്മ എടുത്ത് വെക്കാൻ പോവാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇതിലേക്ക് വേറെ കപ്പാസിറ്റർ പകരം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇതിലേക്ക് ഡിസ്പ്ലേയും അതുപോലെ ബാറ്ററിയും കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അങ്ങനെ ഇപ്പോൾ ക്യാമറ ഓണായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സെറ്റിങ്സൊക്കെ ചേഞ്ച് ചെയ്യുന്ന ബട്ടൺസ് എല്ലാം ഫ്രണ്ട് പാനലാണ്. അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല നിലവിൽ. എന്തായാലും ക്യാമറ ഓണായി വന്നിട്ടുണ്ട്. അതുപോലെ ബാറ്ററി ചാർജും കുറവായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ഇതെല്ലാം ഒന്ന് പഴയതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു ക്യാമറയിൽ നിന്ന് അടിച്ചെടുത്ത എല്ലാ സ്പെയറുകളും പഴയതുപോലെ റീഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റഫായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൂടി എടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു ക്യാമറയെല്ലാം ക്ലീൻ ചെയ്ത് ഇതിലേക്ക് വീണ്ടും ബാറ്ററി ഇട്ട് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണ്. ക്യാമറ ഇപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു ക്യാമറയിൽ മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ഈ ഒരു ക്യാമറയ്ക്ക് ഒരു ബാറ്ററി ചാർജർ കൂടി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു PVC പൈപ്പിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പ്ലെയിൻ ഷീറ്റ് പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലോവർ ഉപയോഗിച്ച് ചൂടാക്കുവാണ്. അങ്ങനെ ഞാനിതിവിടെ പ്ലെയിൻ ഷീറ്റ് പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബാറ്ററി സ്ക്വയർ പോലെ ഇറങ്ങിയിരിക്കാൻ പാകത്തിന് ചെറിയൊരു ബോക്സ് പോലെ ആക്കിയെടുക്കുവാണ്. ഇതിപ്പം തൽക്കാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചാർജർ പോലെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇതിൻ്റെ ഒറിജിനൽ ചാർജറിന് ഏകദേശം 2000-ന് മുകളിലാണ് ഓൺലൈനായിട്ട് റേറ്റ് കാണിക്കുന്നത്. അപ്പോൾ അത്രയും പൈസ കൊടുത്ത് ഈ ഒരു ക്യാമറയ്ക്ക് ചാർജർ മേടിച്ച് ഉപയോഗിക്കാനുള്ള സെറ്റപ്പൊന്നും ഈ ഒരു ക്യാമറയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഈ ഒരു ക്യാമറയ്ക്ക് ചെറിയൊരു ചാർജർ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അതുപോലെ ഈ ഒരു ക്യാമറയുടെ ബാറ്ററി 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയാണ്. അപ്പോൾ ആ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാണുന്ന പോലത്തെ 3.7 വോൾട്ടിൻ്റെ ചാർജിങ് മൊഡ്യൂളാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി ആ ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് കണക്ടർ വരുന്ന ഭാഗത്ത് ഇതുപോലെ ചെറിയൊരു കോപ്പർ കമ്പി വളച്ച് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ചാർജിങ് മൊഡ്യൂളും ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പശ ഉപയോഗിച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഫൈനലായിട്ട് ഞാൻ ഈ കാണുന്ന പോലെ ചാർജർ ഒരെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ബാറ്ററി കണക്ട് ചെയ്ത് ഈ ഒരു ചാർജിങ് മൊഡ്യൂളിലേക്ക് മൊബൈൽ ചാർജർ കണക്ട് ചെയ്ത് ഇതിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു ബാറ്ററി നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് കുറഞ്ഞ ചിലവുള്ള സെറ്റപ്പ് ചെയ്തേക്കുന്നതാണ്. ബാറ്ററി ചാർജിങ് ടൈമിൽ റെഡ് LED ഇൻഡിക്കേറ്ററും ബാറ്ററി ചാർജ് ഫുൾ ആകുമ്പോൾ ബ്ലൂ ഇൻഡിക്കേറ്ററുമാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്യാമറയും ഇതിനുള്ള ചാർജർ നമ്മളിവിടെ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ക്യാമറ വർക്ക് ചെയ്യിച്ച് കൂടി കാണിക്കാം. അങ്ങനെ ഇപ്പോൾ ഈ ഒരു ക്യാമറ ഫുൾ വർക്കിംഗ് കണ്ടീഷനാണ്. അതുപോലെ ഈ ഒരു ക്യാമറ ഇത് 2011 ആ ഒരു സമയത്ത് ഇറങ്ങിയതാണ്. ഇതിൽ ഫോട്ടോസും അതുപോലെ വീഡിയോ എടുക്കാൻ പറ്റും. വീഡിയോ HD വരെയാണ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വീഡിയോ മോഡിൽ ഡിജിറ്റൽ സൂമിങ് മാത്രമാണുള്ളത്. അപ്പോൾ ഇനി ഈ ഒരു ക്യാമറയിൽ എടുത്ത ഫോട്ടോസ് കൂടി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ഒരു ക്യാമറയിൽ എടുത്ത ഫോട്ടോസൊന്നും എഡിറ്റ് ചെയ്താണ് ഇട്ടേക്കുന്നത്. ഇതിലെടുത്ത ഫോട്ടോസൊന്ന് എഡിറ്റ് ചെയ്ത് കൂടി ഇടുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി ഉണ്ട്. ഈ ഒരു ക്യാമറയിൽ 14 MB സെൻസറാണ് വരുന്നത്. അങ്ങനെ ഇപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ക്യാമറയും അതുപോലെ ഇതിൻ്റെ ഒരു ചാർജറും റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമറ നമുക്ക് തന്ന ആൾക്ക് തന്നെ തിരിച്ചു കൊടുക്കാനാണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.